ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ശിവപ്രസാദിനോട് 2016-2026 അതായത് ഉമ്മൻചാണ്ടി UDF ഭരണകാലത്തിന് ശേഷം വന്ന ഈ 10 വർഷക്കാലം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊതുവായ അപ്രോച്ച് എന്താണ് എന്ന് SFIക്ക് മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെ ഒരു അപ്രോച്ച് പ്രതിപക്ഷത്തിനുണ്ടായിരുന്നോ? കാരണം ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതൊക്കെ പൊതുവിദ്യാഭ്യാസത്തോടുള്ള ശരിയായ ഒരു അപ്രോച്ചായി കരുതാനേ കഴിയില്ല. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു തരത്തിലും വർത്തമാനം പറഞ്ഞ് പോവുകയാണ്. അതിൽ പിടി വീഴുമ്പോൾ വൈകുന്നേരം തിരുത്താൻ ശ്രമിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു സമീപനം എന്ന് പറയാൻ കഴിയില്ല. അത് നല്ല കാര്യങ്ങളോടുള്ള താല്പര്യമില്ലായ്മയൊക്കെ അതിൽ പ്രകടമാണ്. പിന്നെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മന്ത്രിയെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ മന്ത്രി ആക്ഷേപിച്ചു, പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചത് ഒഴിച്ചാൽ ഘടനാപരമായി വിയോജിക്കാൻ പ്രതിപക്ഷത്തിന് ഈ കാലയളവിൽ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ചോദ്യം അതാണ്. വളരെ പ്രസക്തമായി എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ പ്രിയങ്കരനായ കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ GV ഹരിയെ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഞാനൊരു ഹസ്തദാനം ഹൃദയത്തിൽ നിന്ന് കൊടുക്കണം എന്നാഗ്രഹിക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഇതുവരെ പറയാൻ ധൈര്യപ്പെടാതിരുന്ന, മൂടി വെച്ചിരുന്നൊരു കാര്യം അദ്ദേഹം ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, കേന്ദ്രം ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് പാഠപുസ്തക പരിഷ്കരണം നടപ്പിലാക്കിയത് എന്നാണ്. നമ്മൾ നോക്കൂ, അദ്ദേഹം ഒരുപക്ഷെ ഇനി ഇത് പറഞ്ഞിട്ട് KPCC ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവർ കൈകാര്യം ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്രയേറെ സുത്യർഹമായ നിലപാട് സ്വീകരിച്ച ഒരു വിദ്യാഭ്യാസ വകുപ്പാണ്. അത് പറയാം. അപ്പോൾ വളരെ സുത്യർഹമായി ആ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങളെ കേരളത്തിലെ പൊതുവിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ബാധിച്ചിരിക്കുന്ന ഒരു ഭരണവിരുദ്ധ ജ്വരം ബാധിക്കാത്ത നിലയിൽ അദ്ദേഹം സ്വാഗതം ചെയ്തതിനെ ഞാൻ ആദ്യമായി തന്നെ അദ്ദേഹത്തിന് ഹസ്തദാനം കൊടുക്കുകയാണ്. പിന്നെ അദ്ദേഹം അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. നമ്മുടെ കേരളത്തിനകത്തെ 10 വർഷക്കാലത്തെ വിദ്യാഭ്യാസ മേഖല പ്രവർത്തനം, അത് ഗൗരവപൂർവ്വം ഈ കേരളത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ആ ചർച്ച ചെയ്യപ്പെടണം എന്നത് കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും ആകെ ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ നോക്കൂ, ഓരോ തെരഞ്ഞെടുപ്പിലും ആ തെരഞ്ഞെടുപ്പിൻ്റേതായ ഒരു രാഷ്ട്രീയം ഉണ്ടാവും. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ കാലത്തും ഗൗരവപൂർവ്വം ചർച്ച ചെയ്തിട്ടുള്ള രാഷ്ട്രീയം വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തെ ഡൈല്യൂട്ട് ചെയ്യുക എന്നതാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസ് പുതുതായി പുറത്തെടുത്തിരിക്കുന്ന തന്ത്രം. ആ തന്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രചാരവേലയാകെ നടത്തുന്നത്. നമുക്ക് നോക്കാം, ഈ പാഠപുസ്തക പരിഷ്കരണം തന്നെ നമുക്കെടുക്കാം. 2024 പാഠപുസ്തക പരിഷ്കരണം നടപ്പിലാക്കുന്നത്. 2024 പാഠപുസ്തക പരിഷ്കരണം നേരത്തെ ശ്രീ GV ഹരി പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ് വെട്ടിമാറ്റിയ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി കേരള ഗവൺമെൻറ് രാജ്യത്തിന് മാതൃകാപരമായി നടത്തിയ ശേഷം 2024-25 കേരളത്തിലെ കുട്ടികൾക്ക് പാഠപുസ്തകം മുടങ്ങിയില്ല. 2025-26 മുടങ്ങിയില്ല. ആ മുടങ്ങുന്നില്ല എന്ന് മാത്രമല്ല, 2026-27 അധ്യയന വർഷത്തെ പാഠപുസ്തക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി പരിഷ്കരിച്ച പാഠപുസ്തകം തന്നെ ഫെബ്രുവരി മാസം കേരളത്തിലെ ഗവൺമെൻറ് വിതരണം ചെയ്യുകയാണ്. ഇനി ഈ പാഠപുസ്തകം കൊടുത്തത് മാത്രമാണോ കേരളത്തിലെ ഗവൺമെൻറ് വരുത്തിയിരിക്കുന്ന മാറ്റം? ഞാൻ അടുത്ത കാലത്ത് ശ്രദ്ധിച്ച ശ്രീ VD സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞത്, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല അടിമുടി ഉടച്ചു വാർക്കണമെന്നാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസൃതമായും സമഗ്രവുമായ മാറ്റം എല്ലാ കൊല്ലവും വരുത്തണമെന്ന അഭിപ്രായം ഉള്ള വിദ്യാർത്ഥി സംഘടനയാണ് SFI. കാരണം ഓരോ കൊല്ലവും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും സമൂഹവും അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ അപ്ഡേറ്റിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ പാഠഭാഗങ്ങൾ പരിഷ്കരിക്കപ്പെടണം. പക്ഷേ അദ്ദേഹം ഇത് പറയുമ്പോഴും എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ആ വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റം കാണാതെ ഈ ഗവൺമെൻറ് വിമർശിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത്? കണ്ണുണ്ടായ പോലെ കാണാനുള്ള മനസ്സുകൂടി വേണമെന്ന് നമ്മൾ നാട്ടിൽ പറയാറുണ്ട്. ആ മനസ്സെന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഇല്ലാത്ത പോകുന്നത്? 2000 സ്കൂളുകളിലാണ് 7000-ഓളം വരുന്ന റോബോട്ടിക് ലാബുകൾ ഈ കാലയളവിലുള്ള കേരളത്തിലെ സ്കൂളുകളിൽ സജ്ജമാക്കപ്പെട്ടത്. കിഫ്ബി വഴി 973 സ്കൂളുകളിലാണ് 5000 കോടി രൂപയധികം ചിലവാക്കി സമഗ്രമായ കെട്ടിട നിർമ്മാണവും അതോടൊപ്പം തന്നെ ലാബ് പരിഷ്കരണവും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നത്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഹൈടെക് സ്കൂളുകളാണ് കിഫ്ബി മുഖേന കേരളത്തിനകത്ത് പടുത്തുയർത്തിയത്. 50,000 ഹൈടെക് ക്ലാസ് മുറികളാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിൻ്റെ കേരളത്തിനകത്ത് ഏറ്റവും സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് നിർമ്മിച്ചത്. AI സാങ്കേതിക വിദ്യ കേരളത്തിൻ്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടത് ഈ കാലയിലാണ്. 3D മോഡലിംഗ്
കേരളത്തിലെ പാഠഭാഗത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തപ്പെട്ടത്, സിലബസിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തപ്പെട്ടത് ഈ കാലയളവിലാണ്. വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി കഴിഞ്ഞ നിയമസഭയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിലാണ്. നാം മനസ്സിലാക്കേണ്ട പാഠപുസ്തകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. 10 വർഷക്കാലം മുടങ്ങാതെ കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് പാഠപുസ്തകം എത്തിച്ചു കൊടുത്തത് ഈ ഗവൺമെൻറ് കാലയളവിലാണ്. ഫോട്ടോസ്റ്റാറ്റ് നോക്കി, നിറമില്ലാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി നോക്കി ഈ കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് മഴവില്ലിനെ പറ്റിയും പീരിയോഡിക് ടേബിളിനെ പറ്റിയും ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ പറ്റിയും പഠിക്കേണ്ട ഗതികേടുണ്ടാവാത്ത 10 വർഷക്കാലം സൃഷ്ടിച്ചത് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. സൗജന്യ യൂണിഫോം ഒരു പരാതിയുമില്ലാതെ വിതരണം ചെയ്തത് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്താണ്. കലോത്സവം പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൂടി പറഞ്ഞാൽ ഗുഡ് ഗവേണൻസിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കേരളത്തിലെ ജനകീയ ഉത്സവമായി കലോത്സവത്തെ പരിവർത്തനപ്പെടുത്തിയത് ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്താണ്. ഈ തോക്കും പിടിച്ച് നിൽക്കുന്ന സൈനികരുടെ ഇടയിലൂടെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി UDF കാലത്ത് സഞ്ചരിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾക്കൊന്ന് അടുത്തേക്ക് വരാൻ പോലും കേരളത്തിൽ UDF കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്തേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ വിദ്യാർത്ഥികൾ സ്നേഹം കൊണ്ട് കെട്ടിപ്പുണരുന്നവരായി ഈ 2 മന്ത്രിസഭയുടെ കാലത്തെ വിദ്യാഭ്യാസ മന്ത്രിമാർ മാറിയത് ഈ 10 വർഷക്കാലം കൊണ്ടല്ലേ? വിദ്യാർത്ഥികളുടെ മനസ്സറിയുന്നൊരു വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലുണ്ടായത് ഇടതുപക്ഷം ഭരിക്കുന്ന ഈ 10 വർഷക്കാലത്തല്ലേ? വിദ്യാർത്ഥികൾ ഹൃദയം കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഏറ്റെടുക്കുന്നത് നാം കാണുന്നത് ഈ വർത്തമാനകാല കേരളത്തിലല്ലേ? വിദ്യാർത്ഥികൾക്കൊരു ആവശ്യം പറഞ്ഞാൽ ആ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ ഏതറ്റം വരെയും നിയമത്തിൻ്റെ എല്ലാ കുരുക്കുകളും മറികടന്ന് സധൈര്യം മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ നാം കാണുന്നത് ഈ കാലയളവിലല്ലേ? വിദ്യാർത്ഥികളുടെ മന്ത്രിയാണ് ഇത് എന്ന് ഇടതുപക്ഷ പ്രവർത്തകർക്കപ്പുറമായി വിദ്യാർത്ഥികൾ തന്നെ കേരളത്തോട് ഉറക്കെ വിളിച്ച് പറയുന്ന എത്രയോ ശബ്ദങ്ങൾ ഈ വർത്തമാന കേരളത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഉച്ചഭക്ഷണ മെനു വളരെ സമഗ്രമായി പരിഷ്കരിച്ച് സമൃദ്ധമായ ഭക്ഷണം കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കാലത്തല്ലേ? എലി ചത്തു വീണ അരി കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് കണ്ടെത്തിയിട്ട് ആ അരി വെച്ച് എങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കുമെന്ന് കേരളത്തിലെ അധ്യാപകർ ചോദിക്കാത്ത ഒരു 10 വർഷക്കാലമല്ലേ ഈ കഴിഞ്ഞുപോയ കാലം? എലിമന്തിയാണ് UDF കാലത്ത് കേരളത്തിലെ കുട്ടികൾക്ക് UDF കൊടുത്തതെങ്കിൽ കുഴിമന്തി കേരളത്തിലെ സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ? ഈ മാറ്റത്തെ എങ്ങനെയാണ് കേരളത്തിനകത്ത് പ്രതിപക്ഷത്തിന് താറടിച്ച് കാണിക്കാൻ കഴിയുന്നത്?